ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വൈകിട്ട് പോകാൻ പോകുന്നത് എൻ്റെ സ്പെക്സ് മൊത്തം സ്ക്രാച്ചായി കുളമായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്കിനി ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നേരെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് NS-ലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്നായിരുന്നു ഈ സ്പെക്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ വല്ല കളക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയത്. പക്ഷേ അവർ ഞാൻ വരുന്നതിന് മുമ്പേ ഷോപ്പ് അടിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് നല്ല പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ പിന്നെ വേറെ കുറച്ച് ഷോപ്പിലൊക്കെ പോയിട്ടും എനിക്കൊന്നും സ്യൂട്ട് ആയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ദോശയും കടലക്കറിയും ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ കടലക്കറിയുടെ ലാസ്റ്റ് നമ്മളിങ്ങനെ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഈ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം അതിലോട്ട് ഇറങ്ങുന്നത്. സോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കടലക്കറിയാണ് ഗൈസ്. അത് അങ്ങനെ ഒരു വൈബ് പിടിച്ചെടുക്കലിൽ നിന്നപ്പോഴാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് കണ്ടത്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഇത്രയും നാളായിട്ട് പല പല പരീക്ഷണങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ശരിയാവാതെ വരുന്ന ഒരു സാധനമാണ് ഈ ദോശ. എൻ്റെ കുഴപ്പമാണോ ഇനി അത് കല്ലിൻ്റെ കുഴപ്പമാണോ അതിന് മാവിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഈ ദോശ ശരിയാവാറില്ല ഗൈസ്. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരരുത് ഗൈസ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് നേരെ അത് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചപ്പോഴത്തേക്ക് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയുടെ ഭൂപടം പോലെ എങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് അതും സക്സസ്ഫുൾ ആയിട്ട് കരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല, നോ കമൻറ്റ്സ്. സോ നിങ്ങൾ തന്നെ നേരിട്ട് കാണുക. അങ്ങനെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കി അത് ഞാൻ സക്സസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആ കരിഞ്ഞ ഓംലെറ്റും ദോശയൊക്കെ എനിക്ക് തന്നെ കിട്ടി ഗൈസ്. അപ്പോൾ ബൈ.